അതുകൊണ്ട് പരമാവധി ശ്രദ്ധ രാത്രികാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഇത്തരത്തിൽ നൈറ്റ് ഡ്രൈവ് ചെയ്തു പോകുന്ന ടൗണുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രാത്രി കാലങ്ങളിൽ നമുക്ക് തിരക്കുള്ള സിറ്റി അല്ലെങ്കിൽ ട്രാഫിക് പോലെയുള്ള റോഡുകളിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതാണ്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ടൗണിലൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, പ്രത്യേകിച്ച് നമുക്ക് ടൗണിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ബീം ഉപയോഗിക്കണോ അതോ ലോ ബീം ഉപയോഗിക്കണോ, അതായത് നമ്മൾ ഹെഡ്ലൈറ്റ് ബ്രൈറ്റിൽ പോകണോ ഡിമ്മിൽ പോകണോ, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ ഏതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഈ ടൗണിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളുടെ വെട്ടം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്കത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കാണുക. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ആദ്യം ഓൺ ആക്കരുത്. ആദ്യം നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ താക്കോലൊന്ന് ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ അതിന് മുന്നേ നിങ്ങൾ ഹെഡ്ലൈറ്റ് ഇടരുത്. അത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്കൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. ഇപ്പം ഞാനിത് ഹെഡ്ലൈറ്റ് ആദ്യം ഇടുന്നു. നമുക്ക് അതായത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോബിൽ നമ്മൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ പാർക്ക് മോഡിലേക്ക് വരും. പാർക്ക് മോഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ഈ ലൈറ്റൊക്കെ തെളിയും. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഇങ്ങനെ തിരിച്ചു, ഇപ്പോൾ മീറ്റർ കൺസോളിലെ ലൈറ്റ് തെളിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വീണ്ടും കാണിക്കാം. അപ്പോൾ ഇതേ ഇവിടെ എ സിയുടെ ഈ നോബ് ഭാഗത്തെ ലൈറ്റൊക്കെ തെളിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഞാൻ പാർക്ക് ഓഫ് ചെയ്തു, വീണ്ടും ഒന്നും കൂടി ഇട്ടു, ഇപ്പോൾ പാർക്ക് മോഡിലേക്ക് വന്നു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഒന്നും കൂടെ തിരിച്ചു കഴിയുന്ന സമയത്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ഓൺ ആകുന്നത്. നിങ്ങൾ നോക്കുക, ഫ്രണ്ട് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഇത്തരത്തിലുള്ള സിറ്റിയിലുള്ള ഡ്രൈവിങ്ങിൽ പരമാവധി നിങ്ങളൊരു ഡിം മോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ബ്രൈറ്റ് മോഡിൽ ഓടിക്കരുത്. ബ്രൈറ്റ് മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറുടെ കണ്ണിൽ വെട്ടമടിക്കും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ബ്രൈറ്റ് മോഡിൽ ഓടിക്കരുത്. കാരണം നമുക്ക് റോഡിൽ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രൈറ്റ് മോഡിൽ ഓടിക്കാതെ ഡിമ്മിൽ ഓടിക്കുക. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി എടുക്കുന്നു. പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. പുറകിൽ നിന്ന് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തി പതിയെ നമ്മൾ റോഡിലേക്ക് പ്രവേശിച്ചു. ഡിം മോഡിലേക്കാണ് ഇട്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡിം ബ്രൈറ്റ് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കയറി കാണുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾ ഡിം മോഡിലിട്ട് വണ്ടി ഓടിക്കുക. വെട്ടമിടുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രൈറ്റിലിട്ട് ഓടിക്കരുത്. ഡിം മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് റോഡിലേക്ക് താഴോട്ടാണ് വെട്ടം കിടക്കുന്നത്. ഒരു കാരണവശാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ്റെ കണ്ണിലേക്ക് നമ്മുടെ വെട്ടം അടിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ തന്നെ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഡിമ്മും ബ്രൈറ്റും ചെയ്ത് പല ആൾക്കാരും കൊടുക്കാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി നിങ്ങൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത്, ഇനി അബദ്ധവശാൽ നമ്മൾ ബ്രൈറ്റ് മോഡിലാണ് വരുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് നിങ്ങൾ ഡിം മോഡിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള തിരക്കുള്ള ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, പരമാവധി ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ഒരു ബിഗിനർ ഓടിക്കുക. കാരണം നിങ്ങൾക്ക് ഓടിച്ചുള്ള ഒരു ശീലമില്ലാത്തത് കൊണ്ട് പരമാവധി ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ഓടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇവിടെ ഫ്രണ്ടിലൊരു ബസ്സാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ദേ ടൗണിലേക്കാണ് നമ്മൾ വരുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മളിതേ ഇങ്ങനെ തിരിയുന്നു. ഇപ്പോൾ ചെറിയൊരു ട്രാഫിക് ഉണ്ട്. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ടുണ്ട്. ഡിം മോഡിലാണ് ഞാൻ വെട്ടമിട്ടേക്കുന്നത്. ഓക്കെ, ഇനി പരമാവധി നമ്മളിത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. എൻ്റെ കാല് ബ്രേക്ക് പെഡലിലുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാക്കിലെ ബ്രേക്ക്
പൂർണ്ണമായിട്ടും ചവിട്ടുന്ന സമയത്ത് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ ബ്രേക്ക് ചവിട്ടുന്നു, എപ്പോഴൊക്കെ അയക്കുന്നു എന്നുള്ളത് പുറകിലെ വാഹനങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഓൾറെഡി ഹെഡ്ലൈറ്റും കൂടെ ഓൺ ആക്കിയിട്ടേക്കുന്നത് കൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ പാർക്കിംഗ് ലൈറ്റുകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതൊക്കെ പ്രോപ്പറായിട്ട് പുറകിലുള്ള വാഹനങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ടൗണിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും രാത്രി കാലങ്ങളിൽ കുറേ കൂടെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് കാഴ്ച കുറവാണ്. എത്രത്തോളം പകൽ ഡ്രൈവ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു ഫീല് നമുക്ക് എന്നാണെങ്കിലും രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയധികം കാഴ്ച നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് പരമാവധി ശ്രദ്ധ രാത്രികാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഇത്തരത്തിൽ നൈറ്റ് ഡ്രൈവ് ചെയ്തു പോകുന്ന ടൗണുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇരുട്ട് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ടൗണിലാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ബ്രൈറ്റ് മോഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഡിമ്മിലാണ് പോകുന്നത്, ഇവിടെ നമുക്ക് ഇച്ചിരി ഇരുട്ട് കൂടുതലാണ്. ഇവിടെ ഞാനിത് ബ്രൈറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് റോഡ് കാണാം. റോഡ് കണ്ട് നമ്മൾ പതുക്കെ ഇപ്പോൾ 3rd ഗിയറിലാണ് പോകുന്നത്, ഞാൻ ജസ്റ്റ് 4th ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് മറ്റു വണ്ടികളോ തടസ്സങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ് മോഡിൽ ഇങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് ഇത് നമുക്ക് ഇച്ചിരി തെളിച്ചം കൂടിയ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രൈറ്റ് മോഡിലേക്ക് ഇടാതെ ഡിം മോഡിലേക്ക് മാറ്റിയേക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കേ, മുന്നിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ലൈറ്റ് നമുക്കിത് ഇപ്പോൾ തെളിഞ്ഞ് കാണാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒന്ന് ചവിട്ടുന്നു, ഇപ്പോൾ ചവിട്ടിയിട്ട് അയച്ചു, ഇത് വീണ്ടും ചവിട്ടി, കണ്ടോ, ഇപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഓർത്തോണം, ഇപ്പോൾ അത് ബ്രേക്കിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് അയച്ചു. അപ്പോൾ ആ മഞ്ഞ ലൈറ്റിൻ്റെ തൊട്ടടിയിൽ കാണുന്നതാണ് ബ്രേക്ക് ലൈറ്റ്. ഇത് അവർ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പം അതെപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അവരെപ്പോഴാണ് ബ്രേക്ക് ചവിട്ടുന്നതെന്ന് നമുക്ക് നൈറ്റിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ് മുഖാന്തരമേ അത് പിടികിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ അതിന് മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ അവർ അതുകൊണ്ട് ഇത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് ചെയ്താണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതേ ബ്രേക്കിൽ നിന്നിപ്പോൾ അയച്ചു. അതായത് ബ്രേക്ക് കൊള്ളിച്ച് ചെയ്താണ് പോകുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ബ്രേക്കിൽ ഒന്ന് കൊള്ളിച്ച് വെക്കുന്നോ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. ഓക്കെ, ബ്രേക്കിൽ നിന്ന് അയക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് നോർമൽ മെത്തേഡിലേക്ക് വരും. അപ്പം എപ്പോഴും നിങ്ങൾ ആ ബ്രേക്ക് ലൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴാണ് അവർ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇനി വെട്ടം കുറഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു, അങ്ങനെ റോഡിൽ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് സിറ്റിയൊക്കെ മാറി വെട്ടം കുറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മളിത് ബ്രൈറ്റ് മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കിയേ, ബ്രൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല തെളിച്ചം കിട്ടി, കണ്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ ബ്രൈറ്റ് മോഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണ്, ഇത് അവിടെ നിന്ന് ഒരു വണ്ടി കയറി വരുന്നതുകൊണ്ട് അപ്പോൾ ഞാനിത് ഡിം മോഡിലേക്ക് ഇട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറിന് കാണാൻ പറ്റത്തില്ല. ഇനി വീണ്ടും ഞാൻ ബ്രൈറ്റ് മോഡിലേക്ക് ഇട്ട് ഓടിച്ചു പോകുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, ഡിം മോഡിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ, ഓപ്പോസിറ്റ് വണ്ടികൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോപ്പർ ഡിം മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കിതുപോലെ ഗ്ലാസ്സിൽ മിസ്റ്റോ ഗ്ലെയറോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ AC ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. അതിന് നമ്മൾ ജസ്റ്റ് വാഹനത്തിൻ്റെ ഇവിടെ ACയുടെ സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് നമ്മൾ AC ഓൺ ആക്കുന്നു. AC ഓൺ ആക്കിയിട്ട് നമ്മൾ ACയുടെ നോബ് ഡീഫോഗർ മോഡിലേക്ക് മാറ്റുക. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് AC വരുന്ന രീതിയിലേക്ക് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഗ്ലെയർ എല്ലാം നമുക്ക് മാറി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ, അതായത് നമുക്ക് മിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ വെട്ടം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റിഫ്ലക്ഷനൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറിക്കിട്ടും. കാരണം ഗ്ലാസ് ക്ലീൻ ആകും തോറും അത് മാറിക്കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിയ ഗ്ലാസ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ മഴയുള്ള സമയത്താണെങ്കിൽ പ്രോപ്പറായിട്ട് വൈപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നൈറ്റ് ഡ്രൈവിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിൽ. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വണ്ടി നമ്മളൊരു സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയാണ്. പാർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വന്നാൽ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് നിർത്തുന്നത് അവിടെ നമ്മൾ ഗിയറിലേക്ക് ഇടുന്നു. ഗിയറിലിട്ടാൽ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് മാത്രമേ വണ്ടി ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പല ആൾക്കാരും എന്ത് ചെയ്യും, ആദ്യം തന്നെ വണ്ടിയുടെ എഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ലൈറ്റ് തെളിഞ്ഞ് കിടക്കും. ഒരിക്കലും അങ്ങനെ
അങ്ങനെ ചെയ്യരുത്. ഒരു നല്ല ഡ്രൈവറും അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. കാരണം ഡ്രൈവിങ്ങിൽ നമ്മൾ പാലിക്കേണ്ട ചില കൃത്യമായിട്ടുള്ള മെത്തേഡുകളും കൃത്യമായിട്ടുള്ള രീതികളും ഉണ്ട്, അതായത് മര്യാദകളുണ്ട്. അത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടിയുടെ കീ, അതായത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വണ്ടി ഓഫ് ചെയ്തിരുന്നതെങ്കിൽ വെറുതെ ഹെഡ്ലൈറ്റ് പ്രവർത്തിച്ചിരിക്കും. അത്രയധികം സമയം കുറേയധികം നേരം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജൊക്കെ ഇറങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഹെഡ്ലൈറ്റ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്നു, അതിനുശേഷം വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.